ഹലോ ഗൈസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം മാസ്ക്ഡ് മല്ലു. നിങ്ങളൊക്കെ വീട്ടിൽ സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. അതേപോലെ ഹെൽത്തി ആയിട്ടിരിക്കുക. എന്റെ കഴിഞ്ഞ വീഡിയോകളിൽ ഏതോ ഒരു വീഡിയോയിൽ ഞാൻ ഒരു കമന്റ് കണ്ടു, ബ്രോ PC സ്പെക്ക് പറയാമോ? ഓക്കെ ഗൈസ്, ആ കമന്റ് മുഖവിലേക്ക് എടുത്തുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ഇടുന്നത്. ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ഈ വീഡിയോയിൽ ഞാൻ ചെയ്യുന്ന എന്റെ സ്വന്തം PCയുടെ ടൂറാണ്. അപ്പൊ നമുക്ക് ചെറിയ ഇൻട്രോ കഴിഞ്ഞിട്ട് വീഡിയോയിലോട്ട് പോവാം. Darkest hour, I wanna come for you. I know you've been alone. Oh, where do you go? In your head when in the real world is snow. Oh, I know how you. Guys, ഇതാണ് എൻ്റെ PC. ഇത് ലാപ്ടോപ്പ് ബേസ്ഡ് സെറ്റപ്പാണ്. ഓക്കെ ഗൈസ്, ഈ PC വരുന്നത് ഇൻ്റലിൻ്റെ Core i3 4004U ആണ്. ഇതൊരു ലോക്ക്ഡ് പ്രൊസസ്സറാണ്. ഇതൊരു APU ആണ്. ഇതിൽ വരുന്നത് ഇൻ്റലിൻ്റെ HDD 4400 ഗ്രാഫിക്സ് കാർഡാണ്. പിന്നെ ഈ PCയിൽ 4GB RAM ആണുള്ളത്. അത് എത്ര മെഗാഹെർട്സ് വർക്ക് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഗൈസ്. പിന്നെ ഇതിൽ 1TB ഹാർഡ് ഡിസ്ക് ഡ്രൈവ് ആണുള്ളത്. 1TB സ്റ്റോറേജ് നിങ്ങൾക്ക് തരും. 1TB സ്റ്റോറേജ് നിങ്ങൾക്കല്ല, എനിക്ക് തരും. പിന്നെ ഗൈസ്, ആ നടുക്കിരിക്കണ പെട്ടിയുണ്ട്, അത് ഞാൻ പണ്ട് വാങ്ങിച്ച ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. ഞാൻ ഒരു 500 രൂപയ്ക്ക് അത് 400 രൂപയ്ക്ക് വാങ്ങിച്ചതാണ്. അത്യാവശ്യം 400 രൂപയ്ക്കുള്ള ക്വാളിറ്റി അതിലുണ്ട്. ഞാൻ അതിൽ പണ്ട് ആ സമയത്ത് ഞാൻ ഇത് വെച്ച് പാട്ട് കേട്ടുകൊണ്ടായിരുന്നു കിടന്നുറങ്ങിക്കൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ ഇത് ഉപയോഗിക്കില്ല. ഇപ്പം ഞാൻ ഉപയോഗിക്കില്ലെന്ന് പറഞ്ഞാൽ ഞാൻ പാട്ട് കേട്ടുകൊണ്ട് ഉറങ്ങാൻ ഉപയോഗിക്കില്ലെന്നാണ് ഉദ്ദേശിച്ചത്. പിന്നെ കഴിച്ച് വലതുവശത്ത് PC സ്ക്രീനിൻ്റെ മുകളിൽ കിടക്കണ സാധനം കണ്ട, ഈ ഹെഡ്ഫോണിൻ്റെ അൺബോക്സിങ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും അത് കാണാത്തവർ ഈ വീഡിയോ കാണണമെങ്കിൽ ഞാൻ ഈ ബട്ടണിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങളത് ക്ലിക്ക് ചെയ്ത് എടുത്ത് കാണുക. പിന്നെ വേറെ എന്തോന്ന് പറയാൻ, ഒരു ബേസിക് പൊട്ടാറ്റോ PC ആണ്. ഒരു മിനിമം ലെവൽ ഗെയിംസ് ഇതിൽ കളിക്കാം. പിന്നെ ഗൈസ്, ഇത് QHMBLൻ്റെ കീബോർഡാണ്. ഇത് ഞാൻ എടുത്തത് എൻ്റെ ലാപ്പിലെ കീബോർഡ് വർക്കാവുന്നില്ല, അതുകൊണ്ടാണ് ഈ കീബോർഡ് ഞാൻ എടുത്തത്. ഇത് 2-3 വർഷം പഴക്കമുള്ള കീബോർഡാണ്. ഇത് ഞാൻ വാങ്ങിച്ചതല്ല, ഇത് ഒരാളുടെ ഇരുന്ന കീബോർഡ് എനിക്ക് തന്നെയാണ്. ഈ കീബോർഡ് ഇപ്പോഴും വർക്കാവുന്നുണ്ട്. ഇതിൻ്റെ ഇത്തിരി വൃത്തികെട്ട കോലത്തിരിക്കണം എന്നുള്ളതേ ഉള്ളൂ. ഞാൻ ഇത് തുടച്ചിട്ട് ഇതിൻ്റെ അഴുക്കൊന്നും പോകണില്ല. ഇത് ഫുള്ളി വർക്കിംഗ് കണ്ടീഷനിലാണ് ഈ കീബോർഡ് ഉള്ളത്. പിന്നെ ഗൈസ്, എൻ്റെ കയ്യിലുള്ള മൗസ് ഡെല്ലിൻ്റെ മൗസാണ്, ഡെല്ലിൻ്റെ ബേസിക് മൗസ്. ഞാൻ ക്യാമറ ഒന്ന് തിരിച്ചോട്ടെ, ഞാൻ കാണിച്ചു തരാം. ഇതെന്ത് ഫോണ് തിരിയാത്ത, ഇതെന്ത്? അയ്യോ സോറി ഗൈസ്, എൻ്റെ കൈ കുടുങ്ങിപ്പോയി. ഇതാണ് എൻ്റെ ലാപ്ടോപ്പിൻ്റെ ചാർജർ. ഞാൻ ഇത് ഊരിയിടാത്തതിൻ്റെ കാരണം എനിക്കിത് എപ്പോഴും ഊരി മാറ്റാനും എടുക്കാനും കുത്താനും വയ്യ. അതുകൊണ്ടാണ് ഞാൻ ഇത് കണക്ട് ചെയ്തിട്ടേക്കണേ. ചാർജ് തീരാറാകുമ്പോൾ ഞാൻ ഓൺ ചെയ്തിടും. അതാണ് ആ പ്ലഗിലാണ് ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത്. എൻ്റെ ഫോൺ ചാർജ് ചെയ്യുന്നത് ഞാൻ പ്ലഗിലാണ്.
ഓക്കെ ഗൈസ്, ഇത് ഹാവൽസിൻ്റെ ഒരു ടോർച്ചാണ്. എനിക്ക് ഇരുട്ടത്തിരുന്ന് കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ ഇഷ്ടമില്ല. അപ്പോൾ കറണ്ട് എങ്ങാനും പോകണമെങ്കിൽ ഞാൻ ഈ ടോർച്ച് ഉപയോഗിച്ച് അപ്പോഴത്തെ ആവശ്യത്തിന് ചെയ്തിട്ട് ഞാൻ അപ്പോൾ തന്നെ ഷട്ട് ഡൗൺ ചെയ്ത് വയ്ക്കും. ഞാൻ ഇരുട്ടത്ത് ഫോണും PC ഒന്നും ഉപയോഗിക്കില്ല. കാരണം ഞാൻ ആർക്കും അത് റെക്കമെൻഡും ചെയ്യുന്നില്ല. കാരണം ഇരുട്ടത്ത് ഫോണും PC ഒക്കെ ഉപയോഗിക്കുമ്പോൾ ലൈറ്റ് നിങ്ങളെ കണ്ണിന് ദോഷം ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഇരുട്ടത്തൊന്നും ഇരുന്ന് കമ്പ്യൂട്ടറും ഫോണും ഒന്നും ഉപയോഗിക്കരുത്. എൻ്റെ ഒരു ഹമ്പിൾ റിക്വസ്റ്റ് ആണ്. പൊട്ടറ്റോ സെറ്റപ്പിനെ കുറിച്ച് ഞാൻ ഇനി എന്തോന്ന് പറയാം. ഗൈസ്, ഇതെൻ്റെ ഹെഡ്ഫോണിൻ്റെ കൂടെ കിട്ടിയ മൈക്കാണ്. ഇത് ഞാൻ ഊരിയിട്ട് എനിക്ക് എൻ്റെ ലാപ്ടോപ്പിൻ്റെ കീബോർഡിൻ്റെ മണ്ടയിൽ വെക്കണതാണ് ഇഷ്ടം. കാരണം എനിക്ക് ആ ലുക്ക് എനിക്കത് ഇഷ്ടമാണ്. അങ്ങനെ ഇരിക്കണം കാണുന്നത് എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് അത് അവിടെ ഇരിക്കട്ടെ. ഗൈസ്, എൻ്റെ മൗസ് പാഡ് എൻ്റെ നോട്ട്ബുക്കാണ്. ഈ നോട്ട്ബുക്കിലാണ് ഞാൻ PC സ്പെസിഫിക്കേഷൻസ് എഴുതി വെച്ച് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. എൻ്റെ കയ്യിൽ മൗസ് പാഡൊന്നുമില്ല. ഈ മൗസ് പാഡ് എനിക്ക് അത്യാവശ്യം നല്ല വർക്കിംഗ് തരുന്നുണ്ട്. ഗൈസ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിടാൻ മറക്കല്ല്. എന്നാലല്ലേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് കിട്ടൂ. സ്റ്റേ ട്യൂൺഡ്.